ശബരിമല ആചാര ലംഘനത്തിന് ശേഷം മറ്റ് ഒരു ആചാര ലംഘനമാണ് തൃശൂർ പൂരത്തിൽ നടന്നതെന്ന് ഇപ്പോൾ പരക്കെ അഭിപ്രായം ഉയരുന്നു. തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സ്വരാജ് റൗണ്ടിൽ ആയിരങ്ങൾ കണ്ട് ആസ്വദിച്ചിരുന്ന പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പും തടസ്സപ്പെട്ടിരിക്കുന്നു. തൃശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടു എന്നൊരു വലിയ ആരോപണം ഇപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിലനിൽക്കുന്നുണ്ട്. ആസ്വാദകർ ഇല്ലാതെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാത്രം സ്വരാജ് ഗ്രൗണ്ടിലേക്ക് കടത്തിവിടാമെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ദേവസ്വം ബോർഡ് അധികാരികൾ തയ്യാറായില്ല. ജനങ്ങളില്ലെങ്കിൽ തങ്ങളും ഇല്ല എന്നൊരു നിലപാട് അവർ എടുക്കുകയായിരുന്നു. ഇതോടുകൂടി തന്നെയാണ് സർക്കാരും ഭരണകൂടവും വെട്ടിലായത്. ഇതേതായാലും ഒരു രാഷ്ട്രീയമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ രാത്രിയിലാണ് വെടിക്കെട്ടും വരെ നടക്കേണ്ടത്, രാവിലത്തേക്ക് മാറ്റി. ഇങ്ങനെ തൃശ്ശൂർ, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെല്ലാം ഇല്ലെങ്കിൽ ആ ഇടങ്ങളിലെല്ലാം വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് BJPയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ നാടകമാണ് എന്നാണ് തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ K മുരളീധരൻ ആരോപിക്കുന്നത്. ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വെട്ടിലായിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവത്തിൽ എന്ത് ക്യാപ്സ്യൂൾ ഇറക്കി മുൻപോട്ട് പോകുമെന്നറിയില്ല. BJP ആകട്ടെ അവർ പറയുന്നത് ശബരിമല ആചാര ലംഘനത്തിന് ശേഷം തൃശ്ശൂർ പൂരം തകർക്കുവാൻ പല നാളായി ശ്രമിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം നടന്നതെന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം രാത്രിയിൽ അവിടെ എത്തി ഈ പാറമേക്കാവ് ദേവസ്വം അധികാരികളുമായി ചർച്ച ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇതിനോടകം പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി വരും ദിവസങ്ങളിൽ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പൂരപ്രേമികൾ ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് പൂരപ്രേമികളുണ്ട്. പലയിടത്തു നിന്ന് വരുന്ന പൂരപ്രേമികളുണ്ട്. അവരുടെ മനസ്സിലേക്ക് തീകോരി ഇട്ടുകൊണ്ടാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഏതായാലും ഒരു ആചാരത്തിന് വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളായി എന്നുള്ള ഒരു പൊതുവികാരം നിലനിൽക്കുന്നു. അതൊരു അടിയൊഴുക്കായി മാറിയാൽ പലരും കടപുഴകുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.